നമസ്കാരം. പതിരും കതിരും. ചെറിയമ്പ്രാൻ മനസ്സിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. രാഷ്ട്രീയത്തിലെ തമ്പ്രാക്കന്മാരുടെയൊക്കെ വായിൽ നിന്നും വരാൻ സാധ്യതയുള്ളതെല്ലാം മനസ്സിൽ കണ്ടാണ് ഇപ്പോൾ അണികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വായ തുറന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാക്കുകളിൽ അല്പം മര്യാദയും സഭ്യതയുമൊക്കെ വേണം. അല്ലെങ്കിൽ നാറി വെളുത്ത് കഥ കടച്ച് അകത്തിരിക്കേണ്ടി വരും. അണ്ടനും അഴകോടനും ചെമ്മാനും ചെരുപ്പുകുത്തിയും എന്നത് പഴയ ഒരു പ്രയോഗമായിരുന്നു. ഏറ്റവും മോശക്കാരായ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യാനായി ആരോ കണ്ടെത്തിയ ഒരു നാട്ടുമൊഴി വഴക്കം. തലയിൽ ആൾതാമസമുള്ള ഒരുത്തനും ഇന്ന് ആ പ്രയോഗം നടത്തില്ല. അണ്ടൻ എന്നാൽ തെണ്ടി എന്നും കുണ്ടള പുഴുവെന്നുമൊക്കെയാണ് അർത്ഥം. അഴകോടൻ കാണാൻ ചേലില്ലാത്തവനാണ്. ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പോലും ആൾബലമില്ലാത്ത പാർട്ടിയാണ് കേരളത്തിലെ NCP. കർക്കടകത്തിൽ ബലിയിട്ട ശേഷം കൈകൊട്ടി വിളിച്ചാൽ പോലും വരാനില്ലാത്ത ബലിക്കാക്കുകളെ പോലെ അജ്ഞാതരായ അതിൻ്റെ പ്രവർത്തകർ എവിടെയൊക്കെയോ ജീവിച്ചിരിക്കുന്നു. അവർക്ക് ചില കൊച്ചു കൊച്ചു മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു മണ്ഡലം പ്രസിഡൻ്റായ സുനിലയ്ക്ക് ഗുരുവായൂരൊന്ന് പോകണമെന്നും കണ്ണനെ ഒന്ന് അടുത്ത് കാണണമെന്നും ആഗ്രഹമുണ്ടായി. സ്വന്തം പാർട്ടിയുടെ നേതാവ് VG രവീന്ദ്രൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണസമിതിയിലുള്ളപ്പോൾ എന്തിനു വിയർക്കണം? നേതാവ് വിചാരിച്ചാൽ സുഖദർശനം സാധ്യമാകും. അതുകൊണ്ട് എങ്ങനെയോ ഫോൺ നമ്പർ തപ്പിയെടുത്ത് സുനില രവീന്ദ്രനെ വിളിച്ചു. എന്നാൽ രവീന്ദ്രൻ ഗൗനിച്ചതേയില്ല. എന്നാൽ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റിനെ കൊണ്ട് വിളിപ്പിക്കാം എന്ന് കരുതി അല്പം കൂടി മുഴുത്ത നേതാവായ ചന്ദ്രനെ കൊണ്ട് വിളിപ്പിച്ചു. കണ്ട അണ്ടനും അഴകോടനും വിളിച്ചാൽ കേൾക്കാനിരിക്കുന്ന ആളല്ല താനെന്നും ജില്ലാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ മാത്രമേ തന്നെ വിളിക്കാവൂ എന്നും താക്കീത് ചെയ്തു രവീന്ദ്രൻ. രവീന്ദ്രൻ്റെ നിലവാരമനുസരിച്ച് ബ്ലോക്ക് പ്രസിഡന്റായ ചന്ദ്രനും അണ്ടൻ്റെ പരിധിയിൽ വരും. പക്ഷേ നേതാവ് പറഞ്ഞത് അക്ഷരം പ്രതി തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ബ്ലോക്ക് നേതാവ് ചന്ദ്രൻ ഫോൺ വെച്ചു. NCPയുടെ പ്രാദേശിക ഘടകങ്ങളിൽ എങ്ങും 10 പേര് തികച്ചുണ്ടാകില്ല. ഉള്ളവരെ തന്നെ തെണ്ടിയായും കുണ്ടളപ്പുഴുവായും കാണുന്ന രവീന്ദ്രനെ പോലെയുള്ളവരാണ് ഗുരുവായൂരപ്പൻ്റെ രക്ഷകരായി ദേവസ്വം ഭരിക്കുന്നത്. സുനിതയ്ക്ക് പകരം CPMൻ്റെ ഏതെങ്കിലും മുഴുത്ത സെക്രട്ടറിയാണ് വിളിച്ചിരുന്നതെങ്കിൽ ദർശനമൊരുക്കുക മാത്രമല്ല ഗുരുവായൂരപ്പനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു. ഈ വിളിയുടെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ ആദ്യം രവീന്ദ്രൻ പറഞ്ഞത് പറ്റിപ്പോയി, നാടൻ ഭാഷയിൽ പറഞ്ഞതാണെന്നായിരുന്നു. പിന്നെ പറഞ്ഞത് NCPയിലെ വിരുദ്ധ ഗ്രൂപ്പ് തൻ്റെ ഫോൺ സന്ദേശം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് എന്നാണ്. NCPയിൽ പോലും ഗ്രൂപ്പുണ്ടത്രേ. ഒറ്റപ്പുറക്കാടിയായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് ഇത്രയും ഹുങ്കാണെങ്കിൽ പ്രതാപികളായ CPMൻ്റെ നേതാക്കളൊക്കെ അണികളെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഗുരുവായൂരപ്പൻ ഇപ്പോൾ പൂർണ്ണമായും LDFൻ്റെ നിയന്ത്രണത്തിലാണ്. പണ്ട് കരുണാകരൻ ദർശനത്തിന് ചെല്ലുമ്പോൾ മാത്രമേ ക്യൂ നിന്ന് മറ്റുള്ളവർക്ക് വിയർക്കേണ്ടി വരുമായിരുന്നുള്ളൂ. ഇന്ന് ഭരണസമിതിയിലുള്ളവർ വിചാരിച്ചാലേ ഗുരുവായൂരപ്പനെ ശരിക്കൊന്ന് കാണാൻ കിട്ടൂ. രവീന്ദ്രൻ പറയുന്നത് പരിചയമില്ലാത്തവർക്ക് താൻ ദർശന സൗകര്യം ഒരുക്കില്ല എന്നാണ്. പരിചയമില്ലാത്തവരെ താൻ കാണില്ലെന്ന് കണ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പണ്ട് പൂന്താനം തിരുമേനി പാടിയത് ഓർമ്മയുണ്ടോ രവീന്ദ്ര? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണോ മക്കളായി. ഉള്ളിൽ ഭക്തിയുള്ളവർക്ക് എന്തിനാണ് ദർശനത്തിന് ശുപാർശയും സ്വാധീനവും? ആരെയൊക്കെയാണ് അകത്ത് കയറ്റി മുന്നിൽ നിർത്തി തൊഴിയിക്കേണ്ടതെന്ന് NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ VG രവീന്ദ്രന് നല്ലതുപോലെ അറിയാം. അത്തരക്കാർ വരുമ്പോൾ താറും പാഞ്ചി രവീന്ദ്രൻ വിനയത്തിൻ്റെ ഓടക്കുഴലും മൂതി ഇങ്ങനെ നിൽക്കും. ഇതിനിടയിലാണ് പാർട്ടിയിലെ അണ്ടനും അഴകോടനും ശുപാർശയ്ക്ക് വിളിക്കുന്നത്. ദൈവങ്ങൾ പോലും കാശുള്ളവന് മുമ്പിലേ പ്രസാദിക്കൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കാലമാണിത്. മനുഷ്യരെ 2 തരം പൗരന്മാരായി വേർതിരിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളിൽ ദർശനത്തിനായി പോകില്ലെന്ന് യഥാർത്ഥ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാലമാണിത്. കടകംപള്ളി സുരേന്ദ്രനും K രാധാകൃഷ്ണനുമൊക്കെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ചമ്മലോടെ ഒളിഞ്ഞു നോക്കും. അതുപോലെയല്ല ഇപ്പോൾ ഗുരുവായൂരിൽ കാണുന്ന കാര്യങ്ങൾ. അവിടെ ചെന്നാൽ CPM നേതാക്കളുടെ യഥാർത്ഥ ഭക്തി നമുക്ക് അടുത്തു നിന്ന് കാണാം. അവർ മേനി കസവിൽ പൊതിഞ്ഞ് പ്രത്യേക പരിഗണനയോടെ അകത്ത് കയറി തൊഴുന്നത് കാണാം. നാട്ടിലെ ലോക്കൽ ദൈവങ്ങളോട് അടുക്കാൻ മാത്രമേ അവർക്ക് പാർട്ടിയെ പേടിക്കേണ്ടതുള്ളൂ. NCP പോലുള്ള ഈർക്കിലി പാർട്ടികളിലൊക്കെ പാവങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ ആളെണ്ണം കുറവായതിനാൽ
ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മുകളിലോട്ട് വിളിക്കാം എന്ന് കരുതി മാത്രമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി വേണമെന്നോ സിൻഡിക്കേറ്റിലോ സെനറ്റിലോ തന്നെ കൂടി തള്ളിക്കയറ്റണമെന്നോ വനം വകുപ്പിൽ വാച്ചറാകണമെന്നോ ഒന്നും ആ പാവം മണ്ഡലം പ്രസിഡന്റ് സുനില ആവശ്യപ്പെട്ടില്ല. കണ്ണനെ തൊഴാൻ ഒരു ശുപാർശ മാത്രം. ദേവസ്വം ഭരണസമിതി അംഗമായ രവീന്ദ്രൻ ശുപാർശ ചെയ്താലൊന്നും ഗുരുവായൂരപ്പൻ സുനിലയ്ക്ക് വാരിക്കോരി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. പകരം കൃഷ്ണവിഗ്രഹം വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തി നന്ദനത്തിലെ ബാലാമണിയെപ്പോലെ 3 നേരം തൻ്റെ കഥനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉണ്ണികൃഷ്ണൻ അങ്ങ് തഴവായിലെത്തി സുനിലയെ കണ്ടെന്നിരിക്കും. അതാകണം ഭക്തി. രവീന്ദ്രനെ പോലെയുള്ള അഴകോടന്മാരുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം തഴവയിലുള്ള സുനിലയുടെ ഭക്തിയാണെന്ന് ഗുരുവായൂരപ്പനെ കൊണ്ട് പറയിക്കണം.